എന്തോരം പോസിറ്റീവാണ് ആ ഒരു എന്താണ് സമയം കൊണ്ട് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ. നമുക്കത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് അതിന് നന്ദി അറിയിക്കാതിരിക്കാൻ വയ്യ. ആ ഒരു ഇതിൽ എനിക്ക് കയറി കൂടാൻ പറ്റി എന്നുള്ള ആ ഒരു ഇതില് അത്രയും ഞാനത് എന്താ പറയാ അതിന് താങ്ക്സ് അറിയിക്കുകയാണ് സാറിന്. എൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ നിമിഷവും ഞാൻ അത് ആലോചിക്കുന്നുണ്ട്. അതിൽ കയറാൻ പറ്റിയത് കൊണ്ടാണ് ഈ ഫ്ലെക്സ് 45 ആയിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, നമുക്ക് അത്രയും ഇതില് ഒന്നും കൂടി എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സെഷൻ തന്നെയാണ്. പിന്നിപ്പോ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാല് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനിപ്പോ വളരെ കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞാലും ഞാനത് എൻ്റെ ഒരു നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം നമ്മളതൊരു ഹാബിറ്റ് ആക്കാന്നല്ലേ. ഞാൻ എൻ്റെ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് അത് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ എനിക്കത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാം. നമ്മളെ ഹെർബൽ ലൈഫ് നമ്മളെ മരണം വരെ കൊണ്ടുപോകണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഇതും അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്തായാലും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത കോർഡിനേറ്റർ അടുത്ത കോർഡിനേറ്റർ ആയിട്ടുള്ള രഘുവേട്ടനെ ഞാൻ ക്ഷണിക്കാം സംസാരിക്കാൻ വേണ്ടി. നമസ്കാരം, കേൾക്കുന്നുണ്ട്. നമസ്കാരം, കേൾക്കണ്ട? എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് അനീഷാണ്, ഒന്ന് അസീനയാണ്. രണ്ടാളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അസീന അതിന്റെ ഇടയിൽ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഇന്നലെ ഫുള്ളായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒക്കെ കൂടിയായിട്ട് നേരം വൈകി അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ഒന്നാമത് വീണ്ടും ഇന്ന് ഒന്നാമത്തെ ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ അനീഷ് മുഹമ്മദ് 31 ദിവസം ചെയ്ത് നല്ല നല്ല ജേണിയിലാണ്. എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ 36 ദിവസമായി. അപ്പൊ ഞങ്ങൾ രണ്ടാളും ആരാരാ എപ്പോഴാണ് കട്ടാവാതെ 45 തേക്കണം, എന്നിട്ട് വേണം ഞങ്ങൾ 1 തൊട്ട് തുടങ്ങാനെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി എന്റെ തൊട്ട് പിന്നില് അനീഷ് മുഹമ്മദും ഉണ്ട്. പിന്നെ ഞങ്ങളെ മുന്നിൽ വേറൊരാൾ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് പിടിക്കാന്നുള്ള നിലയ്ക്കാണ് ഞങ്ങള് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഇത് വരുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലെക്സ് 45 ഏറ്റവും ഗുണം നമുക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഫുൾ മൈൻഡ് അതിരിക്കാണ് പോണത്. നമ്മൾ രാവിലെ തൊട്ടിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാ വർക്കും നമുക്ക് അതിന്റെ ഉള്ളിൽ നടക്കും. ഒന്ന് വർക്കൗട്ട് നടക്കുന്നുണ്ട്, ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് നമ്മൾ തുടർച്ചയായിട്ട് 2 3 വട്ടം 45 ദിവസം നമ്മൾ കഴിയുമ്പോൾ നമ്മൾ വേറെ ലെവലാവും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അപ്പൊ അതിക്ക് തന്നെ മുന്നിക്ക് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഹലോ, നെക്സ്റ്റ് കോർഡിനേറ്റർ നമ്മുടെ ധർമ്മരാജൻ സാറ് ക്ഷണിക്കുന്നു. സാറ് കോർഡിനേറ്റർ അല്ലേ? നമസ്കാരം. അപ്പൊ നമ്മളിപ്പോ ആക്റ്റീവായിട്ട് വർക്കില് റണ്ണിങ്ങിലാണ്. ഇപ്പൊ എന്റെ കൂടെയുള്ള അഷ്റഫാണ്. അഷ്റഫിനെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൗമ്യനെ പൊടി പോലും ഇന്ത്യ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ കാര്യമാണ്. നെറ്റ് നോക്കണ പോലും ഇല്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ഇത് കണ്ടിന്യൂ ചെയ്യും, എന്തായാലും വിജയിക്കും. നമ്മള് ബ്രേക്ക് വരുത്താതെ എങ്ങനെയാണ് പോവുക. പിന്നെ ആക്ടിവിറ്റി മോഡിൽ എപ്പോഴും ഉണ്ടായാൽ മതി. നമ്മൾ എന്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ ഇത് ഉണ്ടായാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാ കാര്യവും നടക്കണം, അതിന്റെ കൂടെ അതും നടക്കണം. ഞാൻ ഇന്നിപ്പോ തിരൂർ ടൗണിൽ പോയപ്പോ ചുരുങ്ങിയ ഒരു 10-15 ആൾക്കാർ മീറ്റ് ചെയ്ത് സംസാരിക്കാനുള്ളതാണ്. ഇതിൽ ഒരാളെ നമ്പർ മാത്രമേ കിട്ടിയത്. എങ്കിലും നമ്മൾ ആക്ടിവിറ്റി മോഡിലാണ്. ഇന്നിപ്പോ ഇവിടുന്ന് ഇറങ്ങിയാലും മഴയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ ഉഷാറാക്കാം എല്ലാവർക്കും. അടുത്ത ആളെ വിളിച്ചു. നെക്സ്റ്റ് അഷ്റഫ് ഭായ്. കോർഡിനേറ്റർ സമീറ. ഹലോ, അല്ല ഓക്കെ. അഷ്റഫ് ഭായ്
നെക്സ്റ്റ് ചാൻസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഞാൻ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സെമീറ മാഡത്തിനെ ക്ഷണിക്കുകയാണ്. ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ വൈകുന്നേരം ഗുഡ് കേൾക്കുന്നുണ്ടാ? ആഫ്റ്റർനൂൺ. കേൾക്കാം കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. പിന്നെ ഈ ഒരു പ്ലസ് 45 വന്നതിന് ശേഷം എന്താന്ന് വെച്ചാല് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. സെഷന് പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് സെഷൻ കേൾക്കും, വീഡിയോ ഓഫാക്കിയിട്ടൊക്കെ ആയിരുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ നാജിയ മാഡം പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം ഇപ്പോ ഈ സെഷൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തോന്നുന്നു കുറച്ച് സമയമുള്ളൂ, കുറച്ച് സമയമുള്ളൂ സെഷൻ എന്നാണ് തോന്നുന്നത്. ഇന്നലെ ആപ്പിറ്റ് ഹെൽപ്പും തന്നെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇന്നലത്തെ ആപ്പിറ്റ് ഹെൽപ്പിന്റെ ക്ലാസ് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ വെറൈറ്റി ആയിട്ടാണ് മാഡം സംസാരിച്ചത് കുറെ കാര്യങ്ങള്. എന്നുള്ള പോലെ അല്ല, എനിക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത്, എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. പിന്നെ വർക്കിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആണ് എനിക്കൊരു കസ്റ്റമർ 10 days രജിസ്റ്റർ ആയിട്ടുണ്ട് ഇപ്പോ ക്ലബില്. എന്തായാലും നല്ല സന്തോഷമുണ്ട്. ഈ ഒരു പ്ലസ് 45 ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ആ കസ്റ്റമർ കണക്ട് ആക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യലൊക്കെ ഉള്ളൂ. അങ്ങനെയല്ലല്ലോ, എല്ലാ കാര്യങ്ങളും അതിന്റെ വൈക്കായിട്ട് നടക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്, കഴിക്കലായാല് രാവിലത്തെ എന്താ പറയാ വർക്കൗട്ട് ആയാലും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ക്ലബില് എത്തണം, ക്ലബില് ഇരുന്നിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു പോസിറ്റീവ് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഇപ്പോ 45 ദിവസം കഴിഞ്ഞാലും വീണ്ടും തുടർന്ന് ചെയ്യണം എന്നാലേ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും 45 ദിവസം ആകുമ്പോഴേക്കും വേറെ ലെവലാവും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ, കഴിയുന്നതും ഏതൊരു ആളെ കണ്ടാലും അതിനെ പറ്റി പറയാൻ പറ്റുന്നുണ്ട്, നമ്മളെ ഫുഡിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നുണ്ട്, അതിനൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എന്നൊരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, എല്ലാം കൊണ്ട് ഹാപ്പിയാണ് ഇപ്പൊ. ഒരു കസ്റ്റമറും കൂടെ അതിന്റെ കൂടെ കണക്ട് ആയിട്ടുണ്ട്, അതിൽ നല്ലൊരു സന്തോഷമാണ്. എന്തായാലും പ്ലസ് 45 എന്നെ അങ്ങാക്കിയതിന് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്വന്തം ഹാർട്ടിൽ നന്ദി പറയുന്നു. താങ്ക്സ്. പിന്നെ താഴെയുള്ളത് പത്മിനി ചേച്ചി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സതീഷ് ചേട്ടനാണ് ഒരു ദിവസം ചെയ്തിട്ടുള്ളൂ, ചെയ്തതിൽ ഫുള്ളില്ല, 1-2 കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പുള്ളി ഇപ്പൊ കണക്ട് ആയിക്കണോ കാണുന്നില്ല. എന്തായാലും റെഡി ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് കൂടുതൽ ഡേയ്സ് ചെയ്തിട്ടുള്ള നമ്മുടെ പത്മിനി ചേച്ചിയെ ക്ഷണിക്കുകയാണ് ഫസ്റ്റ്, അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. ഗുഡ് ആഫ്റ്റർനൂൺ ഓള്. എല്ലാരും ഫുഡൊന്നും കഴിച്ചില്ലേ? ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സ് 45 വന്നപ്പോ ആക്ടിവിറ്റി മസ്റ്റ് ആണ്. കാരണം നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ വയ്യ. 5 പേരോടെങ്കിലും ഇത് പറയണം. പിന്നെ അതാ സമീറ പറഞ്ഞ പോലെ ആരോടാണെങ്കിലും തുറന്ന് സംസാരിക്കാനുള്ളൊരു പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ എനിക്ക് കസ്റ്റമർ വന്നു 5 ദിവസം ക്ലബിൽ വന്ന് ഫുഡ് കഴിച്ചു. ഇന്ന് ഫുഡ് കൊണ്ടുപോയി ഐഡിയ അടിക്കാൻ ഇന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പേരെ നമ്മളെ മാരത്തോണിന് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും എന്താ പറയാ, ഞാനൊരു സ്വപ്നം കാണാൻ കൂടി ചെയ്യാത്തൊരു ലോകത്താണ് ഇപ്പൊ. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ പറയാ, നിങ്ങളിൽ ഏറ്റവും പ്രായം കൂടുതൽ ആളുള്ള ഞാനാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ഈ നമ്മളെ ഹെർബാ ലൈഫിൽ വന്നിട്ടാണ് ചേച്ചി. എനിക്ക് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഈ ഒത്തൊരുമ ഇതെന്നും നമ്മള് എന്നും ഇതിലുള്ളിടത്തോളം കാലം നിലനിൽക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഇതുവരെ കട്ടാവാതെ പ്രായത്തിന്റെ പ്രായം പറഞ്ഞു ചേച്ചിയെ, പ്രായം പറഞ്ഞേ. 53. ചെറിയതാണ്. ധർമ്മേട്ടൻ അതെ ഇപ്പൊ ചേച്ചിക്ക് പറഞ്ഞ് ചേച്ചിക്കാണ് പ്രായം കൂടുതലെന്ന്. അപ്പൊ നമുക്കൊക്കെ സമാധാനിക്കാം, നമ്മളൊക്കെ വളരെ ചെറുതാണ്.
അപ്പൊ അതുപോലെ ഇതുവരെ കട്ടാവാതെ ഇത്രയും ദിവസം ഇപ്പൊ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം 4-5 ദിവസമൊക്കെ ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തവരാണ്. പക്ഷെ ഇതുവരെ റീസ്റ്റാർട്ട് ചെയ്യാതെ പോയ ഒരാളും കൂടെ നമ്മളെ കൂടെ ഉണ്ട്. 20 ദിവസമായിട്ടുള്ള നമ്മുടെ ഹക്കീം ഭായി. അവരെയും ഞാൻ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 45 തുടങ്ങിയിട്ട് ആക്ടിവിറ്റിന്റെ കോച്ച് പറഞ്ഞമാര് ജറാണ് ആക്ടിവിറ്റി പറഞ്ഞത്. ജറത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്, വർക്ക് ചെയ്യുന്നതിലൂടെ തന്നെയാണ് നമ്മള് മുന്നേറാനും കഴിയുള്ളൂ. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ അടുത്ത മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലൊക്കെയാണ്. പക്ഷെ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളാവും. ഇപ്പോ ഇതൊക്കെ 45 വന്നതിന്റെ ശേഷമാണ്. കാരണം മറ്റത് നമ്മൾ വർക്കിന്റെ കൂടെ ചെറിയൊരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അങ്ങനെയല്ല. കാരണം ഇതൊരു ഗെയിം അല്ലെങ്കിലും പ്രത്യേക ഒരു സാറ് പറഞ്ഞ ജ്വരം തന്നെയാണ്. കാരണം അത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി കൺസിസ്റ്റന്റ് ചെയ്താലേ അത് ഗുണം കിട്ടുള്ളൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ടും അത് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ സാറ് പത്മ ചേച്ചി പറഞ്ഞമാര് ഇതിന് വയസ്സ് കൂടിയ ആള് പത്മ ചേച്ചി എന്ന് പറഞ്ഞാൽ അതേമാതിരി വയസ്സ് കൂടിയ ആളെയാണ്. ഇപ്പൊ മറ്റുള്ളവർക്ക് ചെറുപ്പക്കാരായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് സാറൊക്കെ നിർമ്മരാജ് സാറൊക്കെ ചെറുപ്പക്കാരാപ്പോ നമ്മളാണിപ്പോ വയസ്സ് കൂടിയ ആൾക്കാർ എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓട്ടം തുടങ്ങുകയാണ് പലപ്പം ചെറുപ്പമാവാന്. ഓടി എത്തണം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വർക്കൊക്കെ മുന്നോട്ട് തന്നെയാണ് പോണ്. അപ്പോ സാധിച്ച് എത്തട്ടെ എല്ലാവരും. ഓക്കെ, താങ്ക് യു. അതുപോലെ എത്ര കട്ടായാലും വേണ്ടിയില്ല, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മളെ കൂടെ. എത്ര ദിവസം 33 ഇപ്പൊ ചേച്ചി എത്ര ദിവസമായി? ഇപ്പൊ ഏകദേശം കഴിയാനായില്ലേ? അപ്പൊ അന്ന് മുതൽ എത്ര കട്ട് ചെയ്താലും വേണ്ടിയില്ല, ഞാൻ ചെയ്യും, ഞാൻ ഇനിയും സ്റ്റാർട്ടാക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ ഒരുപാട് പേര് കട്ടായി പോയി. എന്നാലും നമ്മളെ കൂടെ ഇന്നും ഡേ 1 ആയിട്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഹസീന മാഡത്തിനെ ക്ഷണിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമസ്കാരം. ഇപ്പൊ ഇന്നിപ്പോ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഡേ 1 ആയിട്ട് 5ാമത്തെ തവണ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ 2 ദിവസവും ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് നമ്മളുടെ ടാസ്കിൽ ഒരു ഇതാണ് എന്ത് ടൈം 12 മണിന്റെ മുന്നേ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്, അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ 12 മണിക്കൊക്കെ ഇന്നലെ ഞാൻ മരിച്ച വീട്ടിലാണ്. 12:45 ആയിക്കണം വീട്ടിലെത്തുമ്പോ. അപ്പൊ ഞാൻ വിചാരിച്ച ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, നാളെ മുതൽ ഡേ 1 ആയിട്ട് ചെയ്യാം എന്നുള്ളത്. എന്തായാലും നിർത്തിയിട്ട് പോവില്ല. നിർത്തി പോയവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തായാലും നിർത്തി പോവില്ല. കാരണം ഇപ്പൊ നമ്മളുടെ ഒരു നട്ടെല്ല് എന്ന് പറയണത് തന്നെ ഈ ഒരു ഫ്ലെക്സ് 45 ചെയ്യണ കാരണമാണ്. നമുക്ക് എക്സസൈസ് ചെയ്യണം, അത് നിർബന്ധമാണ്. ആക്ടിവിറ്റി ചെയ്യണം, പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കണം, ഇതിനൊക്കെ നിർബന്ധം ഈ ഒരു ഫ്ലെക്സ് 45-ലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുടങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങളായി പോയതൊക്കെ. തീർച്ചയായിട്ടും 45 ദിവസം അടുത്തയിൽ എന്തായാലും കട്ടാവാതെ 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നോടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്നും വൈകിട്ടായിരുന്നു എക്സസൈസ് ചെയ്തിരുന്നത്. അത് കാരണം ഇടാൻ നേരം വൈകുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് ഹാല ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എക്സസൈസ് ഫസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മോർണിംഗ് എഡ്യൂക്കേഷൻ കാണുന്നുണ്ട്. ആക്ടിവിറ്റി ചെയ്യുന്ന കാരണം പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മളെ ബിസിനസിനെ കുറിച്ചിട്ടായാലും ഹെൽത്തിനെ കുറിച്ചിട്ടൊക്കെ ആയാലും നമ്മൾ പറയണത് കൊണ്ട് നേരത്തെ പരിപാടിയൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നേരം. എന്നാലും ഇന്ന് മുതൽ ഒക്കെ നേരത്തെ ചെയ്തിട്ട് വൈകുന്നേരം ഒരു 6-6:30 ഉള്ളിലൊക്കെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. നേരം വൈകില്ല. അപ്പൊ ഇതിനൊക്കെ അവസരം തന്നിട്ടുള്ള നമ്മളെ വൈസ് ക്യാപ്റ്റനാണ് ഫസ്റ്റ് ഞാൻ താങ്ക്സ് പറയണത്. വൈസ് ക്യാപ്റ്റൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനൊക്കെ എന്താ പറയാ, നമ്മളെ ക്യാപ്റ്റന് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ക്യാപ്റ്റന്മാർക്ക്, പിന്നെ നമ്മളെ കോർഡിനേറ്റേഴ്സ്, നമ്മൾ മറന്നു പോയാലും മറക്കാതെ വേഗട്ടോ എന്ന് പറയണ നമ്മളുടെ ക്യാപ്റ്റന്മാര്, മീൻസ് കോർഡിനേറ്റേഴ്സ്, എല്ലാവർക്കും ഫ്രം ദ ഹാർട്ടിൽ നിന്ന് താങ്ക്സ് പറയുന്നു.
ഓക്കെ, നെക്സ്റ്റ് മഴ കൊണ്ട് പുറത്തിരിക്കുകയാണ് അഷ്റഫ് ഭായി. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല മഴയുണ്ട്, കാരണം കറണ്ട് പോയി, ഇൻവെർട്ടർ കട്ടായി, ഫോണിലെ നെറ്റ് തീർന്നു. രാവിലെ കറണ്ട് ഉണ്ടായില്ല, അപ്പൊ നെറ്റ് അഡീഷണൽ ചെയ്തിരിക്കണം. എന്തായാലും ഈ ഫ്ലക്സ് 45 എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര എനർജി തന്നെയാണ്. ഈ ഫ്ലക്സ് 45 എന്ന് പറഞ്ഞ നമ്മൾ ആക്റ്റീവായത് ല്ലോ നമുക്ക് അൻസാർക്ക ഡയമണ്ട് ഗ്രൂപ്പ് തന്നത്. ട്രെയിനിങ് മോർണിംഗ് ആ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോളം നമുക്ക് സെഷൻ, അതുപോലെ തന്നെ ഹാള് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈവനിങ് കൊണ്ട് എന്റെ സൗണ്ട് ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവണുണ്ട്. കുഴപ്പമില്ല, റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും. ഞാൻ ഫോൺ അടുത്ത് വിളിക്കാം. അപ്പൊ ഇതാണ് വിഷയങ്ങൾ ഉണ്ടായത്. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചത്, കാരണം നെറ്റില്ലാതെ ക്ലിയർ ആവില്ല. ബാക്കി ആള് സംസാരിച്ചോളൂ കേട്ടോ. ആനിഷ് ഭായി സംസാരിച്ചു. ഓക്കെ, നമ്മളെ സതീഷ് ഏട്ടന് ഡ്രൈവ് ചെയ്യാന്ന് തോന്നുന്നുണ്ട്. സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. വണ്ടി എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ, പറ്റും. ഡ്രൈവ് ചെയ്തോണ്ട് സംസാരിക്കണ്ട, ഒന്ന് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട്. വണ്ടി പാർക്കില്ല. ഓക്കെ, വിളിക്കാം. പിന്നെ എന്തായാലും ഞാൻ അഞ്ചാമതായിട്ട് കട്ടായിട്ട് റീസ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് ഉച്ചയാകുമ്പോൾ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ചക്ക വേഗം കഴിക്കുന്ന നമ്മളെ ജയകോട്ടും പറഞ്ഞല്ലേ, വേണമെങ്കിൽ അപ്പൊ എല്ലാം വേഗം തീർക്കാൻ പറ്റുന്ന ഇപ്പൊ മനസ്സിലായി എനിക്ക്. കാരണം ഞാൻ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് ഇന്ന് ഇപ്പൊ ഈ നേരം ഇതിന്റെ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞു. അപ്പൊ നമ്മള് ഒന്ന് ഇറങ്ങിയാൽ നടക്കുന്നു തോന്നി. ഞാൻ ജയകോട്ടെപ്പോഴും പറയല്ലേ ഉച്ചയാകുമ്പോഴേക്കെല്ലാം തീർക്കാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ അതൊക്കെ പറ്റിയെന്നില്ല, കാരണം എങ്ങനെ രാത്രി 9-10 മണിക്ക് എന്റെ തീരാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാന് ഒരു 12 മണിയാകുമ്പോഴേക്കും എന്റെ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞു. രാവിലെ എക്സസൈസ് കഴിഞ്ഞു, പിന്നെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്ന് പറ്റി പറഞ്ഞ എല്ലാം ഇന്ന് ഉച്ചയാകുമ്പോൾ കഴിഞ്ഞു. എന്റെ സെറ്റ് അയക്കാനുള്ളൂ, ഇനി അത് കുറച്ച് ചെയ്ത് അയക്കണമെന്നുണ്ട്. അപ്പൊ എന്തായാലും കട്ടായാലും ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. 45 ദിവസം എന്തായാലും അത് ഫുള്ളായി ചെയ്ത് അത് തീർക്കുന്ന ഉറപ്പാ. എന്തായാലും അത് ഫുള്ളായി തീർക്കുന്ന ഉറപ്പാണ്. അതിന് സ്റ്റോപ്പ് ചെയ്യില്ല, കാരണം ആരൊക്കെ പോയാലും ഞാൻ ഫുള്ളായി 45 ദിവസം ചെയ്തിട്ട് ഇറങ്ങുള്ളൂ. എന്തായാലും അതിന്റെ ഒരു ഗോളാണ്. എന്തായാലും ഇനി എത്ര പേര് കട്ടായി പോയാലും ഞാൻ ഫുള്ളായിട്ട് ഇനി വീണ്ടും കട്ടായി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അത് ഫുള്ളായി 45 ദിവസം ഫുള്ളായി ഓക്കെ നിർത്തുള്ളൂ. പിന്നെ നമുക്ക് സപ്പോർട്ട് നമ്മൾ ലീഡർമാരുണ്ട്, നമ്മളെ എന്താ പറയാ കോച്ചില് നമുക്ക് എന്താ എല്ലാവരും ഉണ്ടല്ലോ, വൈസ് ക്യാപ്റ്റന്റെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ ഫുള്ളായി തീർത്തിട്ട് നിൽക്കുള്ളൂ. താങ്ക് യു. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും സംസാരിച്ചു. നമ്മുടെ വൈസ് ക്യാപ്റ്റന് ഞാൻ ഈ പ്രോഗ്രാം നമുക്കൊരു നിർദ്ദേശങ്ങൾ തരാനും ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് ക്ഷണിക്കാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മാത്രം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല, നമ്മൾ തുടങ്ങണ സമയത്ത് എത്ര ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോ ഫിൽട്ടർ ആയിട്ട് ഇപ്പൊ എവിടെ എത്തി ഒന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി. എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാല്, ബീജിങ്ങിൽ നടന്ന ഒരു ഒളിമ്പിക്കാണ്. ആ ഒളിമ്പിക്കില് സൗഹാർദ്ദത്തിന്റെ ഒരു വലിയൊരു 100 മീറ്റർ റേസിൽ അവസാന ത്രെഡിൽ എത്താൻ നേരത്ത് ഒരു അത്ലറ്റ് അവിടെ നിന്നു. ആരെ കാത്തുന്നറിയോ? അടുത്ത സെക്കൻഡിൽ വരാൻ വേണ്ടി പോകുന്ന ഒരാള്. അയാൾ ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. ഹാൻഡിക്യാപ്ഡുമാരെ 100 മീറ്റർ റേസ് ആയിരുന്നു. അതിൽ കാത്തു നിന്നിട്ട് അയാൾ എത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, അവർ ആ ഫിനിഷിംഗ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരും, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നിങ്ങൾ ഇനി എത്ര കട്ടായിട്ട് തുടങ്ങി കഴിഞ്ഞാലും നിങ്ങളെ കാത്തിരിക്കാൻ ഞങ്ങളുണ്ട്. എത്ര ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന്, ഞങ്ങൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് പറയും. അതാണ് എനിക്ക് 0 ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്.
കാരണം ഇത്ര അവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടായിട്ടും വിട്ടു പോവാതെ പിടിച്ച് നിൽക്കണില്ലേ, വീണ്ടും വീണ്ടും ഒന്നും ചെയ്യുന്നില്ലേ. ഇപ്പൊ നാജി പറഞ്ഞതുപോലെ 4 പ്രാവശ്യം കട്ടായി. 5-ാമത്തെ പ്രാവശ്യമാണ് അവള് എത്രയായി നാജി? 31 32 ആണെന്ന്. 32ലേക്ക് അഥവാ 31 കംപ്ലീറ്റ് ചെയ്ത് 32ലേക്ക് എത്തി. കാര്യം കൂടി ചോദിച്ചോട്ടെ, ഞാൻ ഇതിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഈ ഐഡിയിൽ നമ്മളിപ്പോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മള് ഫ്ലെക്സ് 45 രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചോദിക്കുന്നുണ്ടല്ലോ. ഉം. അതെ. അതില് നമുക്ക് ചെയ്തുകൂടെ? ഐഡിയിൽ നമുക്ക് ചെയ്തുകൂടെ അത്? അങ്ങനെ ഞാൻ ഒരു ഇതിൽ കണ്ടു. അങ്ങനെ ചെയ്തതിനു ശേഷം നമ്മളെ കമ്പനിയുടെ എത്ര ദിവസം കംപ്ലീറ്റ് ആക്കിയാൽ കമ്പനിയുടെ എന്തൊക്കെയോ ഗിഫ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ അത് അതിനെ പേയ്മെന്റ് കുറിച്ച് ചെയ്യണം. പറയോ? ഞാൻ നോക്കിയാണ്, ചോദിച്ചു ഞാൻ. അതിന് പേയ്മെന്റ് ഉണ്ട്. അതായത് റിക്കവറിന്റെ ഉണ്ടല്ലേ? ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു $165 അടുത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ഡെയിലി അതിന്റെ ട്രെയിനിങ്ങുകൾ വരും. പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ശരി, ഓക്കെ. സ്പോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി പ്രോത്സാഹിപ്പിക്കുന്നതും പ്ലസ് റിക്കവറിന്റെ ട്രെയിനിങ്ങുകളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡി ത്രൂ പേയ്മെന്റ് ചെയ്താലുള്ള ഒരു ഗുണം. ഇപ്പോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോ 32 ദിവസം കംപ്ലീറ്റ് ചെയ്ത നാജി ആവട്ടെ, ഇതുപോലെ പല ആൾക്കാരും, ഇപ്പോ പത്മിനി ചേച്ചി നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാര്, പിന്നെ അതേപോലെ അങ്ങനെ ഓരോരുത്തരെ എടുത്ത് നോക്കിക്കോളി. 28 ദിവസമായിട്ടും 23 ദിവസമായിട്ടും 31 ദിവസമായിട്ടും 27 ദിവസമായിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇനി അവര് വിട്ടുപോല, ഉറപ്പ്. ഇനി അവര് വിട്ടുപോല, കംപ്ലീറ്റ് ചെയ്തിട്ടേ അടങ്ങുള്ളൂ. ഇനി 0 ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കോളി, അവരും വിട്ടുപോല. അപ്പൊ ഞങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് തരാനുള്ള വെച്ചാല്, ആഫ്റ്റർ ഓൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അതാണ് പറയാനുള്ളത്. ഓക്കെ സതീഷേട്ടാ, അതെ. ഓക്കെ, അപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നല്ല രീതിയിൽ ഇനി ഒന്നും കൂടി എന്റെ അഭിപ്രായത്തിൽ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കണ കുറച്ച് ആൾക്കാരില്ലേ, അവരോടൊന്ന് വിളിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ തുടരാന്? താല്പര്യം ഇല്ല, കഴിഞ്ഞ ആഴ്ചയിലും ഇതേ പേര് തന്നെയാണ് ആവർത്തിച്ചത്. അപ്പോൾ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ പറയാം. കാരണം ഇതിൽ നമ്മൾ ഒരാളെ നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് നമ്മൾ സ്വമേധയാ തോന്നുന്നത്. തുടക്കത്തിൽ നമുക്ക് ഒരു പുഷിങ് ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇത് അവനവൻ ആയിക്കോട്ടെ പറയണ പോലെ ഇത് അവനവന്റെ പരിപാടിയാണ്. ഇനി ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഹക്കീം ഖാനൊക്കെ അങ്ങനെ പറഞ്ഞ് വാണിംഗ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹക്കീമൊക്കെ കേൾക്കണ്ട? ഞങ്ങൾക്ക് ചെയ്യണ ഇന്നലെ. നിങ്ങൾക്കൊക്കെ തുള്ളൻ ചെക്കനായിട്ട് ഇരിക്കണം നോക്കിയേ. അതെ അതെ. അപ്പൊ എന്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡ്, ഒന്ന് കൈസ് അസീനത്ത. ഒരു സെക്കൻഡ്. നമ്മുടെ ഹാർപ്പിക്കിലത്തെ ഒരു ഡിങ്കു മിങ്കുന്റെ ഇടം വല ഉണ്ട്. അതിലത്തെ ഒരു മിങ്കു ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് ഇപ്പൊ ഇവിടുന്ന് കേട്ടപ്പോ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ട് നിങ്ങൾ ഇനിയിപ്പോ പറയേണ്ടത് ഇതൊക്കെ ഇതിൽ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, വേറെ ഒരാളും ഇല്ല. ഇവര് എന്താണോ പറയുന്നത് അതാണ് ഫൈനൽ. ഗസ്ന ഒന്ന് മുന്നേക്ക് പോവാ. ഓക്കെ, നോക്കൂ, വേറെ ഇവിടെ ഞാൻ തീരുമാനം എടുക്കുന്നുണ്ട്. ഇവിടെ കൂട്ടായിട്ടുള്ള തീരുമാനം. നിങ്ങൾ റെഡി ആണെങ്കിൽ വാം വെൽക്കം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇനി ഈ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ ആ പ്രതിസന്ധിനെ അതിജയിച്ചിട്ട് വീണ്ടും പൊട്ടിയാലും തുടങ്ങാനുള്ള ഒരു മനഃശക്തി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഓക്കെ, പിന്നെ മറ്റൊന്ന് കൈസിന്റെ വിവരെന്താ? താല്പര്യമുണ്ടോ? ചോദിക്കട്ടെ. ഓക്കെ, സൗമ്യ, ധർമ്മേട്ട. കൈസിന്റെ കോർഡിനേറ്റർ ആരാണ്? കൈസിന്റെ കോർഡിനേറ്റർ അല്ല, മെയിൻ കോർഡിനേറ്റർ. ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിട്ടാ. ഞാൻ ചോദിക്കണ്ടല്ലോ, കോർഡിനേറ്ററിനെ ചോദിച്ചോ. ഇല്ലെങ്കിൽ അതിന്റെ അഭിപ്രായത്തില് അവർക്ക് റെസ്റ്റ് കൊടുക്കി. അവര് ആക്റ്റീവായിട്ട് വരുന്ന ദിവസങ്ങളും. പിന്നെ മറ്റൊന്ന് സൗമ്യ. ധർമ്മേട്ടൻക്ക് ലൈനിൽ പോലും കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പോ സതീശേട്ടനാണ് പറയണ്ടേ അച്ഛനെന്ന നിലക്ക്. ഓക്കെ, ഈ ആൾക്കാരാണ് ഇപ്പൊ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്.
ബാക്കിയുള്ളവരൊക്കെ ആക്റ്റീവാണ്. കാരണം ഇനി നമ്മളൊരു ഫ്ലെയർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ആൾക്കാരെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. എന്ത് പറയണു? എല്ലാരും ഒന്ന് അഭിപ്രായം പറയും. ഇനി വേണമെങ്കിൽ ഇതില് പുതിയതായിട്ട് താല്പര്യമുള്ള ആൾക്കാരെ ആഡ് ചെയ്യുകയും ചെയ്യാട്ടോ. അതെ അതെ അങ്ങനെ നമുക്ക് ആലോചിച്ചൂടെ? ആഡ് ചെയ്യാനല്ലേ? ആ ഇതിലിപ്പോ നമ്മളെ എന്താണ് ടീം ഫിറ്റ് ലൈഫിലുള്ള ഇതില് ആക്റ്റീവായിട്ട് ചിലവർക്ക് ഇതിൽ വരണം താല്പര്യം ഉണ്ടാവും. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരും ചെയ്യാം. അതെ അതെ അവരെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെ. കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ അവരും ഓക്കെ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ വെരി ഗുഡ്. അതിപ്പോ നമ്മുടെ വീക്കിലി മീറ്റിംഗ് നടക്കില്ലേ ഇപ്പൊ സാറ്റർഡേ? അപ്പൊ അന്ന് നമ്മളൊരു ഓപ്ഷൻ പറയുക അതില് ഓക്കെ ഫ്ലെക്സ് 45നെ കുറിച്ചിട്ട് പറയുമ്പോ ഇപ്പൊ നെക്സ്റ്റ് ഡേ മുതൽ താല്പര്യം ഉണ്ടെങ്കിൽ എത്ര ഒരു ദിവസം വെക്കുക. അതിനുള്ളിൽ ആ ഒരു സമയത്തിനുള്ളിൽ അവര് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവര് അതിൽ വരുമല്ലോ. ആ മീറ്റിംഗിൽ നമ്മുടെ ഒരുവിധം എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ മീറ്റിംഗിൽ പറയുക. എന്നിട്ട് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവര് എന്താ പറയാ ലിങ്ക് കൊടുത്തിട്ട് അവരെ ആഡ് ചെയ്യിക്കായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യാം, അതാണ് നല്ലത്. കാരണം ഇപ്പൊ നമുക്ക് കറക്റ്റ് ഒരു പാറ്റേൺ മനസ്സിലായി. ശരിയാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ഒരു പാറ്റേൺ മനസ്സിലായി. ഇത് എങ്ങനെയാണ് വിജയിപ്പിക്കാണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് നമ്മുടെ ടീം അംഗങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ പണി. അതെ അതെ അതെ, അത്ര മാത്രം ചെയ്യുന്നു. അതൊരു ബാച്ച് 2 എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്താൽ മതി. ബാച്ച് 2 ഇപ്പൊ നമ്മൾ ബാച്ച് 1 ആണല്ലോ. അതെ അതെ ക്ലിയർ ആവണ്ടോ? സൗണ്ട് ക്ലിയർ ആവണ്ടോ? ക്ലിയർ ആണ്. കേൾക്കാണ്ടോ? അപ്പൊ ബാച്ച് 2 ഇത് ചെയ്യാൻ ആജിയെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു മീറ്റിംഗ് വിളിച്ചതിന് ശേഷം സാറ്റർഡേ ആവണമെന്നില്ല, അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഒരു മീറ്റിംഗിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് മീറ്റിംഗ് വിളിക്കാൻ പറ്റി വിളിച്ചതിന് ശേഷം സംസാരിക്കാം. കാരണം ഡയറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതാ, മീറ്റിംഗ് ഒന്നിച്ച് സംസാരിക്കുമ്പോഴേ അതിന്റെ ക്രൈറ്റീരിയാസ് കറക്റ്റ് 7 റൂൾസ് കറക്റ്റ് പാലിക്കാൻ പറ്റുന്ന ആളുകളാവണമെന്ന് നിർബന്ധിക്കണ്ട. ആരും നിർബന്ധിക്കണ്ട. അത് പറ്റുന്നവർ മാത്രം ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. അത് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഏറ്റവും ബെറ്റർ അതാ. കാരണം പല ആളും ഉറ്റി നോക്കുന്നുണ്ട്. ഈ നമ്മൾ ഈ സ്റ്റാറ്റസും ഫോട്ടോസും കാണുമ്പോൾ പല ആൾക്കും ചോദിക്കുന്നുണ്ട് എന്താന്നുള്ളത്. അപ്പൊ എല്ലാവരും കൂടി ആടാകുമ്പോ അവരുടെ ബിസിനസിനും നമ്മളെ ബിസിനസിനും ഒക്കെ നമ്മൾ താഴെയുള്ള ആളുകളൊക്കെ ആകുമ്പോഴേ ഒക്കെ ബെറ്റർ അല്ലേ? അല്ല, ഇതിന്റെ ഷർക്ക പറഞ്ഞതുപോലെ ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇപ്പൊ നമ്മള് കാണിച്ചു കൊടുത്തു. ഇനി നമ്മളെ ടീം അംഗങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ള വലിയ മിഷനാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മളെ പണി കുറഞ്ഞു കിട്ടി. ഇപ്പൊ സത്യത്തിൽ അൻസിത നോക്കി ഒറ്റ കാര്യം. ഇപ്പൊ അൻസിത നമ്മളെ കോർഡിനേറ്ററാണ്. അപ്പൊ ഈ അൻസിത ഇല്ലാത്ത ഒരു സമയത്ത് പോലും ഈ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോമേഷന്റെ ഒരു പവറാണത്. അല്ലെങ്കിൽ വിളിക്കണം, ചെയ്യിപ്പിക്കണം, ആക്കണം. ഇതിപ്പോ ആരും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളൊരു 3 ദിവസമായിട്ട് നമ്മളെ ഫ്ലെക്സ് 45ന്റെ ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചു നോക്കി, ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു വോയിസ് പോലും കോർഡിനേറ്ററിന്റെ ഇല്ലാതെ അവരോട് യാത്രയിലായിരുന്നു. പക്ഷെ തുടർച്ചയായിട്ട് പരിപാടികൾ കണ്ടിന്യൂ ആയിട്ട് നടന്നില്ലേ? നോക്കി നമ്മള് ഈ ഒരു ഓട്ടോമേഷൻ മൂഡിലേക്ക് വന്നത് കൊണ്ടല്ലേ. ഇനി ഇതിൽ ഒന്നും കൂടി ഉള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എന്താ പറയുക, കുറെ ആൾക്കാർ ഇത് പ്രോഗ്രാമിന് അതിന്റെ ലിങ്ക് ഇതൊക്കെ വിടുക. പ്രോഗ്രാം കഴിഞ്ഞ് തീർന്നിട്ട് അതിന്റെ 11 മണിക്കൊക്കെ ശേഷമാണ് വരുന്നത്. അതൊന്നും കൂടി മുന്നിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. ഒരു ലാസ്റ്റ് ടൈം നമ്മൾ വെക്കണം. ഒരു 8 മണിന്റെ മുന്നെങ്കിലും വെക്കാനുള്ള ഒരു ഇത് വെക്കണം. കാരണം വെച്ചാൽ 8 മണിക്ക് ശേഷം ഇതിന്റെ ഈ ഒരു ഫ്ലെക്സ് 45ന്റെ ഒരു പ്രോഗ്രാമും നടക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള 7 പ്രോഗ്രാം 8 മണിന്റെ മുന്നേ ചെയ്യാവുന്ന പ്രോഗ്രാമുള്ളൂ. അപ്പൊ എത്രയും നേരത്തെ ഇത് ഈ ഓരോ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതിക്ക് എല്ലാവരും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നേരത്തെ കഴിയുന്നുണ്ട്. പ്രോഗ്രാം ഒക്കെ നേരത്തെ കഴിയുന്നുണ്ട്. പക്ഷെ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമാണിത്. എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഞാനും പിന്നിലാണ് കേട്ടോ. ഒരു കാര്യത്തിൽ എന്റെ കോർഡിനേറ്റർ ഞാനും ഒന്നും മിണ്ടാത്ത 12 മണി ആവാനായിക്കണ്. ഞാൻ ലിങ്ക് ഇട്ടപ്പോ കാരണം എല്ലാം കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങണേന്റെ മുന്നേ ഇത് ചെയ്യാ എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഉറങ്ങണേന്റെ മുന്നേ ഇത് ചെയ്തിരിക്കും എന്നുള്ളൊരു ശബദം ഉണ്ട്. കഴിഞ്ഞിപ്പോ വൈകിയാലും ശരി, വൈകിയില്ല, പിറ്റത്തെ ദിവസത്തിന് വേണ്ടി മാറ്റി വെക്കുന്നില്ല. അങ്ങനെ ഒരു പ്രിവിലേജ് തരികയാണെങ്കിൽ കുറച്ചുകൂടി. അതിന്റെ പ്രശ്നം വരുന്നത് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇത് ചെയ്യാ എന്നുള്ള ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ്.
മറ്റേ നമ്മളെ ശരിയാണ് പ്രോഗ്രാം കഴിഞ്ഞ അപ്പൊ തന്നെ ഇത് ചെയ്യാ എന്നുള്ള നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ. ശരിയാണ് ഞാനിപ്പോ ശരിയാണ് എന്റേതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രഘുവേട്ടനെ എന്തായാലും രഘുവേട്ട നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ആ ഒരു തീരുമാനത്തേക്ക് എത്താൻ വേണ്ടി ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. അതന്നെ അതെ അല്ലെ ഇത് നിശ്ചയം? അല്ല അതെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു, ഞാൻ അത് വിട്ടിട്ടില്ല. രഘുവേട്ടന്റെ കാരണം എന്താ അറിയോ, എനിക്ക് വയ്യ. രഘുവേട്ടന്റെ 9 മണിക്ക് ഒരു ഇതിപ്പോ മെസ്സേജ്, അല്ല രഘുവേട്ടന്റെ 9 നിങ്ങള് മണിക്ക് നേരത്തെ ഇതെന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഓപ്ഷനും ഇവിടെ ഇല്ല. കാരണം നമ്മള് ഈ പറഞ്ഞ ഞാനും ഇപ്പൊ ഈ അനീഷ് ഇതൊക്കെ ഞങ്ങളൊക്കെ ഇപ്പൊ രഘുവേട്ടനും ഹക്കീമും മാത്രമാണ് അത് കറക്റ്റ് ചെയ്യണെന്നുള്ളതാണ് എനിക്ക് അതാണ് തോന്നുന്നത്. കറക്റ്റ് ആണ് അതുകൊണ്ടല്ല ബാക്കി ഞാൻ നേരത്തെ ഇടുമ്പോ നിങ്ങൾക്കൊരു നാണം വേണ്ടല്ലോ വിചാരിച്ചിട്ടാ ഞാൻ വൈകിട്ട് കളയുന്നത്. അതാണ് അല്ല അത് സമ്മതിച്ചേ പറ്റൂ, അതിനെ ഒരിക്കലും തടുക്കാൻ പറ്റൂല. അതിനെ ചെറുതായിട്ട് കാണാനും പറ്റൂല. പക്ഷേ നമ്മള് നോക്കി ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ത്തിനും ഇതിലേക്ക് എത്തിപ്പോയി പ്രശ്നമാണ്. പക്ഷെ ആ ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കുന്നുണ്ട് എന്നുള്ളത് 10:30 ഞാൻ മാക്സിമം വെച്ചിട്ടുള്ളത്. 10:30ന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ശബ്ദം ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും രഘുവേട്ടൻ ഇന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് രഘുവേട്ടൻ 100-ൽ 100 അത് അവാർഡ് രഘുവേട്ടൻക്ക് എന്തായാലും കൊടുക്കണം. കാരണം ഞാൻ നമ്മളെ എടുത്തില്ലെങ്കിൽ വർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാ, അതാണ് വേണ്ടത്. അതെ എന്ത് ശരിയാണ്, വർക്കായാലും നമ്മളെ വർക്ക് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് അപ്പൊ നമുക്ക് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് മുന്നിക്ക് പോകാൻ പറ്റും. അതെ ശരിയാണ്. അല്ലാതെ ഈ സിസ്റ്റത്തിന്റെ പവറാണ്. ഇവിടെ ആർക്കും ഒരു അധികാരവും ഇല്ല, ടീമിന്റെ ഒരു പവറാണിത്. കാരണം ഇപ്പൊ എന്തുണ്ടെങ്കിലും കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് ആർക്കും ഒരു വെറുപ്പോ ഒരു വിഷമോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാരും ഓർമ്മപ്പെടുത്താൻ എല്ലാരും ഉണ്ടാവുന്ന സമയത്ത് അറിയാതെ നമ്മൾ തന്നെ ബൂസ്റ്റ് ആവും. അത് ഇതിന്റെ ഒരു പവർ തന്നെയാണ്. പിന്നെ എനിക്ക് സമീറ താത്താനോട് പറഞ്ഞ, സമീറ താത്ത സെൽഫി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റണില്ല ആവണില്ല എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യം. പക്ഷെ നിങ്ങള് സെൽഫി എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടങ്ങള് ഈ ഇതുണ്ടല്ലോ, ഇതിപ്പം ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഈ ക്യാമറനെ എനിക്ക് ചെറുതാക്കാനും പറ്റും വലുതാക്കാനും പറ്റും. ഇതിനെ ചെറുതാക്കിയതിന് ശേഷം ഇവിടെ ഞാൻ അമർത്തി കഴിഞ്ഞാൽ ഇത് കണ്ട ഇങ്ങനെ കാഴ്ചയിൽ ഞാൻ സെൽഫി എടുക്കുകയാണ്. പക്ഷെ എന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ ഇതിൽ ഉൾപ്പെടുത്തി. സെമറാട്ട ഇനി നിങ്ങൾക്ക് ആൾക്കാരെടുക്കാൻ പറ്റണില്ല. ആൾക്കാർ നിങ്ങൾ ആ ഫ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ പൊതിച്ച് പിടിച്ചോളി. പക്ഷെ അപ്പൊ ചോദിക്കും ഫോട്ടോ എടുക്കണുണ്ടോന്ന്. എന്താ അതിന് പരിഹാരം ഒന്ന് പറഞ്ഞു, ഫോട്ടോ എടുക്കണുണ്ടോ? ഒന്ന് പറഞ്ഞോടിക്കും. എന്താണ് അതിന് പരിഹാരം? അല്ലേ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ ആളെ കാണൂല. ഫോട്ടോ എടുക്കണേന് പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പൊ ബോയ്സിനെ മാത്രം തെരയണം. എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അല്ലെ പിന്നെ അൻസാർക്ക് ഇന്ന് രാവിലെ പറഞ്ഞില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എടുക്കാന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയുമ്പോഴോ ഒരു അപരിചിതനോട് അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതാക്കുവോ? ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് തിരിഞ്ഞ് സംസാരിക്കും. നല്ലൊരു ഐഡിയ, നല്ലൊരു കാര്യം. ഇനി നിങ്ങൾ പറയരുത്, കാരണം ഇനി നിങ്ങൾ പറയരുത് എനിക്ക് ആവണില്ലല്ലോ പറ്റണില്ലല്ലോ എന്ന് പറയും. കാരണം നിങ്ങൾ കോർഡിനേറ്റർ ആണ്. സെമീറയുടെ കൂടെ ആരാ വർക്കിന് വരാറ്? കൂടെ ഒറ്റക്കാണോ പോവാറ്? മിക്കവാറും ഒറ്റക്കാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഇത് കൊടുക്കുന്ന സമയത്ത് കൂടെ ഉള്ളവരോട് പറഞ്ഞാൽ മതി. ഒറ്റക്ക് പോരാടിയാണ് നാജിയൊക്കെ എങ്ങനെ പറ്റണം നോക്കി. തീർച്ചയായിട്ടും ഞാൻ ഒറ്റക്കാണ്. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ 8 മണിക്ക് രാവിലെ നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് നടന്ന് കുറച്ച് ഭാഗത്ത് നടന്നു പോകേണ്ട ഒരു ഇതുണ്ട്. അവിടുന്ന് നടന്നു പോകുമ്പോ ഒരാൾക്ക് ഫെയർ കൊടുത്ത് അയാൾ എന്റെ പിന്നാലെ വന്ന് ചെക്ക് ചെയ്ത് അയാള് ഭാര്യനെയും മക്കളായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ
ക്ലബില് ആളൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ട്ടോ. അപ്പൊ നല്ല ഒരാൾ പോലും വരാത്ത ക്ലബിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 ആളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. 11 മണി വരെ 12 മണി വരെ ആയിട്ട് ഞാൻ ആ സമയത്ത് പുറത്തിറങ്ങി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജിമ്മിന് പോയിട്ട് ഞാൻ സ്കൂട്ടി ഒരു ഭാഗത്ത് വെച്ചിട്ടാ വരുന്നത്. എന്തിനാ അവിടെ വെക്കണമെന്ന് അറിയാം. അത്രയും സ്ഥലത്ത് നമുക്ക് നടന്ന് വരാമല്ലോ. എന്നാലും ഒന്നും കൂടി നടന്നിട്ട് ആളുകളെ കണ്ടിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. മറ്റേത് നമ്മൾ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നേരെ പോവുകയല്ലേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, അതിനുശേഷം ഞാൻ മോനായിട്ട് ഇവിടെ ഹോസ്പിറ്റലിന്റെ അവിടെ പോയപ്പോ അപ്പോഴും ആ ഭാഗത്ത് നിറയെ ആളുകളുണ്ട് സ്കൂള് സാധനങ്ങളൊക്കെ മേടിക്കുക. അവിടെയും കുറെ ആക്ടിവിറ്റി ചെയ്തു. പിന്നെ സമയം ആയതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോകുന്നതാണ്. പോരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നമ്മളെ സെഷൻ തുടങ്ങാനായിക്കണ്. പിന്നെ ഫോണിൽ ചാർജ് ഇല്ല. അങ്ങനെയൊക്കെ കാരണം പെട്ടെന്ന് പോന്നു. അപ്പൊ ആരെങ്കിലും കൊണ്ട് എല്ലാരും സമ്മതിക്കാണ്ടിരിക്കൂല. ചിലപ്പോ നമുക്ക് അവര് സമ്മതിക്കും. അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ഉണ്ടെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി ഒരു സെൽഫി എടുക്കട്ടെ എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. എന്തെങ്കിലും മാർഗം ഉണ്ടാവും. ആലോചിച്ച് നോക്കി. നമ്മളെ അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കസ്റ്റമർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിച്ചെന്നില്ല. അവരെ അൻസാർക്ക് അതാ സൂചിപ്പിച്ചത്. സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് നല്ല രീതിയിൽ പറയും സെൽഫി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സുഖമായി നിന്ന് തരും ചെയ്യും. നമുക്ക് സെൽഫി എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കാൻ ഓരോ അവസരങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ പോണ വഴിക്കിൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ കല്യാണങ്ങൾ എല്ലാ ദിവസവും കല്യാണങ്ങളുണ്ട്. നല്ല തിരക്കായിരിക്കും. അപ്പൊ അതിന്റെ അടുത്താണ് തിരുവേഗപ്പുറ പുഴ കിടക്കുന്നത്. തൊട്ടും കൊണ്ട് തന്നെ. അപ്പൊ ഞാൻ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ വണ്ടി നിർത്തും. കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് ഞാൻ പുഴയിലെ വെള്ളം കാണാൻ പോകും. വെള്ളം കാണാൻ ഞാൻ കാണാത്തതും ഒന്നുമല്ല. പക്ഷെ വെറുതെ ആ കാണാനെന്നുള്ള ആൾക്ക് നടങ്ങി പോകും. എന്തിനും നടന്നു പോണ. അപ്പൊ ഇവിടെ കല്യാണത്തിന് വന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ഓരോരുത്തരായിട്ട് സംസാരിച്ച് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടുന്ന് അത്ര സെൽഫി ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കോണമെന്നില്ല. എന്നാലും നമുക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് പല നാട്ടിലുള്ള ആൾക്കാരാണ് അവിടെ ഇതിന് പോവുക. അപ്പൊ അത് നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അത് ഓരോ സന്ദർഭം, ഞാൻ എൻ്റെ ഒരു സന്ദർഭം പറഞ്ഞു മാത്രം. അതേമാതിരി നിങ്ങളും ഓരോ സന്ദർഭങ്ങൾ കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് അതിന്റെ ഗുണം പിന്നീട് വരും. ചിലപ്പോ കുറെ ദൂരത്തുനിന്നാണ്. ഇപ്പൊ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട്, കുറെ ദൂരത്തുനിന്നാണ് വരുന്നത്. പട്ടാമ്പിന്റെ അപ്പുറം ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കസ്റ്റമർ എനിക്കുണ്ട്. ആ കസ്റ്റമർ പോണ വഴിക്കില് അതിന്റെ പോണ അയാളുടെ വീടിന്റെ അവിടെ എത്തുമ്പോൾ ഒരു 6-7 ഈ ന്യൂട്രീഷൻ സെന്റർ കഴിഞ്ഞിട്ടാണ് അയാളെ വീട് കിടക്കുന്നത്. എന്നിട്ട് അയാൾ ഇവിടെ വന്നിട്ട് പ്രോഗ്രാം ചെയ്യുന്നു. പ്രോഗ്രാം ചെയ്യാനുള്ള കാരണം ഇതേപോലത്തെ ഒരു കല്യാണ ടൈമിൽ അവിടെ അയാൾ കല്യാണത്തിന് വന്നു. ഞാൻ അവിടെ പുഴയിൽ വെള്ളം കാണാൻ പോയി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് എപ്പോഴാണോ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ചെയ്തു നോക്കുക. അപ്പൊ അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മളെ ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങുമ്പോ അത് നടക്കും. ഇപ്പൊ എന്താണ് നാജിയ പറഞ്ഞ മാതിരി സ്കൂട്ടി പുറത്ത് വെച്ചിട്ട് പോകുമ്പോ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുകയാണ്. അല്ല ഇപ്പൊ നമുക്ക് അതിന്റെ ചോട്ടിൽ വണ്ടി നിർത്താം. നമുക്ക് എളുപ്പം സ്റ്റെപ്പ് കയറി പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അതിനുള്ള ഒരു സന്ദർഭങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് അതിന്റെ അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി നന്നാവും. എല്ലാവർക്കും ചെയ്യാം. അത് അവര് അപ്പുറത്തെ സന്ദർഭം പോലെയാണ് ചെയ്യേണ്ടത് മാത്രം. കേട്ടോ? അതുപോലെ പറഞ്ഞൊരു കാര്യം ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ഒന്നും വേണ്ട. ഇന്ന് ഞാൻ ഒരു ഷോപ്പിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടെ കുറ്റിപ്പുറത്ത് സീനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പില് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു പെന്നും പെൻസിലും മേടിക്കാൻ വേണ്ടി വെറുതെ കയറി. അവിടെ നിറയെ ആളുകൾ ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കൊടുത്തു. അപ്പൊ എനിക്കൊരു ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ പോയത്. പക്ഷെ നമ്മൾ വെറുതെ അങ്ങോട്ട് കയറിയിട്ട് ഇതാക്കല്ലേ, അവര് ബിസിയാണ്. അപ്പൊ അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെയുള്ള സ്റ്റാഫൊക്കെ ബിസിയാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സൗകര്യം എടുക്കാം. നമ്മൾ അവിടെ വെറുതെ നിൽക്കുമ്പോൾ കുറെ ലേഡീസ് അതുപോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എനിക്കൊന്ന് കൊടുക്കാൻ പറ്റിട്ടോ. അത് നല്ലൊരു ഇതായിട്ട് വെരി ഗുഡ് നാജി, സൂപ്പർ. പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടി, ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ടല്ലോ, ഇൻഷോട്ടിന്റെ തൊട്ടടുത്ത് ഒരു ഇൻറ്റു ഉണ്ടാവും. ആ ഇൻറ്റു അമർത്തിയതിന് ശേഷം ആ ആഡ് പോകുന്നത് വരെ 30 സെക്കൻഡ് കാത്തു നിന്ന് കഴിഞ്ഞാൽ ആ ആഡ് പോകും. അപ്പൊ ആ ഇൻഷോട്ട് എന്നുള്ള വാട്ടർമാർക്ക് ഉണ്ടല്ലോ, വൈറ്റ് ഇൻഷോട്ട് എന്ന് എഴുതിയിട്ട് അതാണ് പോയി കിട്ടും. അങ്ങനെ ആവണ നമ്മളെ വീഡിയോ പോലെ കാണും. എല്ലാം തന്നെ ഇൻഷോട്ടിന്റെ വീഡിയോ പോലെയാണ് കാണിക്കുക. പലരും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ലതാണ്. ഞാൻ ടീംഖാന്റെ കണ്ടിട്ടുണ്ട്, സെമീറ താത്താന്റെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇൻഷോട്ടിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ക്രോസ് മാർക്ക് ഉണ്ട്. ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഷെയർ ചെയ്യാനുള്ള ടൈം കിട്ടുമോ അറിയില്ല. ഇൻഷോട്ട് മനസ്സിലായോ? എല്ലാവർക്കും സംശയം വാട്ടർമാർക്ക് ഒന്നും. പിന്നെ മറ്റൊരു കാര്യം എന്താക്കേണ്ടത് വെച്ചാല്, ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ